കേരളത്തെ അക്രമത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. സംസ്ഥാനത്ത് ഇടത് വലത് മുന്നണികൾ PFIയുടെ വോട്ട് തേടുന്നു. കാർഷിക വ്യാവസായിക രംഗത്ത് ഭാരതം ഒന്നാമതാകും. മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ആലപ്പുഴയിലെ കയർ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഗ്യാരണ്ടി. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത് ഷാ. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, ആലപ്പുഴയിൽ ആവേശമായി അമിത് ഷാ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പങ്കുവച്ചത്? രോഹിണി, അരമണിക്കൂറോളം സമയം അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ പുന്നപ്രയിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഈ സംസാരത്തിനിടയിൽ അദ്ദേഹം കേരളത്തിലെ സമസ്ത മേഖലയെയും പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം മുഴുവൻ. ഇതിൽ കേരളത്തിൽ നടക്കുന്ന CPM-ഉം കോൺഗ്രസും നടക്കുന്ന തട്ടിപ്പുകളടക്കം അദ്ദേഹം എടുത്തു പറഞ്ഞു. PFI പോലുള്ള ഭീകര പ്രസ്ഥാനങ്ങളെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും മോദി പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം PFI പോലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് ഭാരതത്തിന്റെ മണ്ണിൽ ഒരു തരത്തിലും വളരാൻ അനുവദിക്കില്ല എന്നും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അമിത് ഷാ ഈ ആലപ്പുഴയിൽ സംസാരം തുടങ്ങിയത്. ഈ സംസാരത്തിനുടനീളം അദ്ദേഹം കേരളത്തിലെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് അതിനുള്ള മാർഗങ്ങളടക്കം പ്രതിവിധികളടക്കം പറയുകയുണ്ടായി. ഇതിൽ എടുത്തു പറയേണ്ടത് കരിവണ്ണൂരിലെ കാര്യമാണ്. കരിവണ്ണൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പിനിരയായ ആളുകൾക്ക് അവരുടെ പണം മോദി തിരികെ നൽകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഗ്യാരണ്ടി ചെയ്തുകൊണ്ടായിരുന്നു അമിത് ഷാ ആലപ്പുഴയിൽ പ്രസംഗിച്ചത്. എന്തായാലും കേരളത്തിലെ പല കാര്യങ്ങളും ഈ NDA മുന്നണി എടുത്തു പറയുന്ന ആലപ്പുഴയിൽ ഇത്രയും ദിവസത്തെ പ്രചാരണത്തിനിടയിൽ ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞതും ആളുകൾക്ക് ജനങ്ങൾക്ക് വോട്ടർമാർക്ക് ഗ്യാരണ്ടി നൽകിയ കാര്യങ്ങളൊക്കെ തന്നെ അമിത് ഷായും ഈ വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന സമരങ്ങളെല്ലാം തന്നെ കാപട്യമാണ്. ഒപ്പം UDF-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിച്ചു നിന്നാണ് ഈ ഇവിടുത്തെ കരിമണൽ കടത്തിക്കൊണ്ടു പോകുന്നത്, കരിമണൽ കടത്തുന്നവർക്ക് ഒത്താശ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. മാത്രമല്ല, ഭീകരവാദം ഒരു തരത്തിലും ഭാരതത്തിന്റെ മണ്ണിൽ വളരാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഈ PFI പോലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് സഹായം നൽകുന്ന രണ്ട് മുന്നണികളാണ് UDF-ഉം ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ഇവർ രണ്ടുപേരും UDF SDP-യുടെ പിന്തുണ തേടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി PDP-യുടെ പിന്തുണയാണ് തേടുന്നത്. ഈ ഇരു മുന്നണികളും ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളുമായി ചേർന്ന് ഭാരതത്തിന്റെ മണ്ണിനെ നശിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് അമിത് ഷാ പ്രസംഗത്തിലുടനീളം എടുത്തു പറഞ്ഞത്. ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴയിലെ കയർത്തൊഴിലാളികൾക്ക് ഒരു ഗ്യാരണ്ടി നൽകിയാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ശോഭാ സുരേന്ദ്രൻ MP ആവുകയാണെങ്കിൽ, ഒപ്പം തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുകയാണെങ്കിൽ കേരളത്തിൽ ആലപ്പുഴയിലെ കയർത്തൊഴിലാളികൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്നുള്ള കാര്യത്തിലും അദ്ദേഹം ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഇവിടെ അരമണിക്കൂറോളം സമയം സംസാരിച്ചു. ഈ സംസാരത്തിലുടനീളം കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ചും ആലപ്പുഴയിലെ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു സംസാരിച്ചത്. ഒരിക്കൽ കൂടി, അതായത് മൂന്നാം വട്ടവും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുകയാണെങ്കിൽ കേരളത്തിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന ഗ്യാരണ്ടികളെല്ലാം തന്നെ പാലിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ടായിരുന്നു അമിത് ഷായുടെ ഈ 30 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗം ഇവിടെ അവസാനിച്ചത്. എന്തായാലും 3/4 മണിക്കൂറോളം സമയം അദ്ദേഹം ഈ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. കേരളത്തിലെ സമസ്ത മേഖലകളെയും പരാമർശിച്ചുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ അരമണിക്കൂർ നേരവും ഇവിടെ സംസാരിച്ചത്. രോഹിണി. ശരി നിഷ. ആലപ്പുഴയിൽ ആവേശമായി അമിത് ഷാ. കാർഷിക വ്യാവസായിക രംഗത്ത് ഭാരതം ഒന്നാമതാകും. മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ആലപ്പുഴയിലെ കയർ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകി. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.